പരമകാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. തങ്ങളുടെ സ്ത്രീകളുമായി സംസർഗം ചെയ്യുന്നതല്ലെന്ന് പ്രതിജ്ഞയെടുത്തവർക്ക് 4 മാസം അവധിയുണ്ട്. അവർ മടങ്ങുന്നുവെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കുന്നവനും കരുണാവാരിധിയുമാകുന്നു. ഇനി അവർ വിവാഹമോചനം തന്നെയാണ് തീരുമാനിക്കുന്നതെങ്കിലോ അവർ മനസ്സിലാക്കട്ടെ, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. വിവാഹമുക്തകൾ 3 വട്ടം മാസമുറയുണ്ടാകുന്നതുവരെ തങ്ങളെ സ്വയം തടഞ്ഞു വയ്ക്കേണ്ടതാകുന്നു. അള്ളാഹു അവരുടെ ഗർഭാശയങ്ങളെ സൃഷ്ടിച്ചു വച്ചിട്ടുള്ളതിനെ മറച്ചു വയ്ക്കുന്നത് അവർക്ക് അനുവദനീയമല്ല. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവർ ഒരിക്കലും അങ്ങനെ ചെയ്യരുതാത്തതാകുന്നു. ഇനി അവരുടെ ഭർത്താക്കന്മാർ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് സന്നദ്ധമായാൽ ഈ ഇദ്ദാവേളയിൽ അവരെ ഭാര്യാപദത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ അവർക്ക് അവകാശമുള്ളതാകുന്നു. സ്ത്രീകൾക്ക് ന്യായമായ അവകാശങ്ങളുണ്ട്. പുരുഷന്മാർക്ക് അവരുടെ മേൽ അവകാശമുള്ളതുപോലെ തന്നെ. എന്നാൽ പുരുഷന്മാർക്ക് അവരുടെ മേൽ ഒരു സ്ഥാനവുമുണ്ട്. അള്ളാഹു എല്ലാവരുടെയും മീതെ അജയ്യനായ അധികാരസ്ഥനും യുക്തിജ്ഞനുമാകുന്നു. ത്വലാഖ് 2 വട്ടമാകുന്നു. അനന്തരം ഭാര്യയെ ന്യായമായ രീതിയിൽ നിലനിർത്തുകയോ ഭംഗിയായി പിരിച്ചുവിടുകയോ ചെയ്യേണ്ടതാകുന്നു. നിങ്ങൾ അവർക്ക് നൽകിക്കഴിഞ്ഞിട്ടുള്ളതിൽ നിന്ന് ഒന്നും തന്നെ അവരെ പിരിച്ചയക്കുമ്പോൾ തിരിച്ചെടുക്കുന്നത് അനുവദനീയമല്ല. ദമ്പതികൾ ഇരുവരും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കുവാൻ സാധിക്കുകയില്ലെന്ന് ആശങ്കിച്ചാലൊഴിച്ച്. ഇനി ദമ്പതികൾ ഇരുവരും ദൈവിക നിയമങ്ങൾ പാലിക്കുകയില്ലെന്ന് നിങ്ങൾ ആശങ്കിക്കുന്നുവെങ്കിൽ അപ്പോൾ സ്ത്രീ തൻ്റെ ഭർത്താവിനു വല്ലതും പ്രതിഫലം നൽകി മോചനം നേടുന്നതിൽ ഇരുവർക്കും കുറ്റമില്ലാത്തതാകുന്നു. ഇത് അള്ളാഹു നിശ്ചയിച്ച പരിധികളാകുന്നു. അതിനെ അതിലംഘിക്കാതിരിക്കുവിൻ. ദൈവിക നിയമങ്ങളെ അതിലംഘിക്കുന്നവരാരോ അവർ തന്നെയാകുന്നു അധർമ്മികൾ. പിന്നെ 2 ത്വലാഖുകൾക്ക് ശേഷം ഭർത്താവ് തൻ്റെ ഭാര്യയെ 3-മതും ത്വലാഖ് കൊടുത്താൽ തുടർന്ന് ഭർത്താവിന് ആ ഭാര്യ അനുവദനീയമായിരിക്കുകയില്ല. അവൾ മറ്റൊരു ഭർത്താവിനെ വിവാഹം കഴിക്കുകയും അയാൾ അവളെ വിവാഹമോചനം ചെയ്യുകയും ചെയ്താലല്ലാതെ. അങ്ങനെ വന്നാൽ അപ്പോൾ മുൻ ഭർത്താവും അവളും ദൈവിക നിയമങ്ങൾ പാലിക്കുമെന്ന് കരുതുന്നുവെങ്കിൽ പരസ്പരം മടങ്ങുന്നതിൽ തെറ്റൊന്നുമില്ല. ഇത് അള്ളാഹു നിശ്ചയിച്ച പരിധികളാകുന്നു. അവൻ്റെ നിയമങ്ങൾ ലംഘിക്കുന്നതിൻ്റെ ഭവിഷ്യത് ഫലങ്ങൾ അറിയുന്ന ജനത്തിൻ്റെ മാർഗദർശനത്തിനു വേണ്ടിയാണ് അവൻ അത് വിശദീകരിക്കുന്നത്. നിങ്ങൾ സ്ത്രീകളെ തലാഖ് ചെയ്യുകയും അവർ അവരുടെ ഇദ്ദ പൂർത്തിയാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരെ ന്യായമായ രീതിയിൽ ഭാര്യയായി നിലനിർത്തുകയോ അല്ലെങ്കിൽ ന്യായമായ രീതിയിൽ പിരിച്ചയക്കുകയോ ചെയ്യുവിൻ. ദ്രോഹിക്കുന്നതിനു വേണ്ടി നിങ്ങൾ അവരെ പിടിച്ചു വയ്ക്കരുത്. അത് അക്രമമായിരിക്കും. ആരെങ്കിലും അവിധം പ്രവർത്തിച്ചാൽ അവൻ തന്നോട് തന്നെയാണ് അധർമ്മം പ്രവർത്തിച്ചത്. ദൈവിക സൂക്തങ്ങളെ നിങ്ങൾ കളിയാക്കാതിരിക്കുവിൻ. അള്ളാഹു നിങ്ങളിൽ വർഷിച്ച അനുഗ്രഹങ്ങളെ വിസ്മരിക്കാതിരിക്കുക. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ മറക്കാതിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ച വേദത്തെയും തത്വജ്ഞാനത്തെയും ആദരിക്കണമെന്ന് അവൻ നിങ്ങളോട് ഉപദേശിക്കുന്നു. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുവിൻ. അള്ളാഹു സർവ്വസംഗതികളും അറിയുന്നവനെന്ന് അറിയുകയും ചെയ്യുവിൻ. നിങ്ങൾ സ്ത്രീകളെ ത്വലാഖ് ചെയ്യുകയും അവർ ഇദ്ദ പൂർത്തിയാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർ തിരഞ്ഞെടുക്കുന്ന ഭർത്താക്കളെ വിവാഹം ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളവരെ മുടക്കാവതല്ല. ന്യായമായ രീതിയിൽ വിവാഹിതരാകുന്നതിന് അവർ പരസ്പരം തൃപ്തിപ്പെടുന്നുവെങ്കിൽ ഒരിക്കലും അപ്രകാരം ചെയ്യരുതെന്ന് നിങ്ങൾ ഉപദേശിക്കപ്പെടുന്നു. നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് അകന്നു നിൽക്കുക എന്നത് തന്നെയാകുന്നു നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠവും പരിശുദ്ധവുമായ മാർഗം. അള്ളാഹു അറിയുന്നു, നിങ്ങളോ അറിയുന്നില്ല. കുട്ടികളെ മുലകുടിപ്രായം മുഴുവൻ മുലയൂട്ടണമെന്ന് പിതാക്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മാതാക്കൾ അവരുടെ ശിശുക്കളെ 2 വർഷം തികച്ചും മുലയൂട്ടേണ്ടതാകുന്നു. ആ അവസരത്തിൽ അവർക്ക് ന്യായമായ നിലയിൽ ഭക്ഷണവും വസ്ത്രവും നൽകുന്നതിന് പിതാക്കൾ ബാധ്യസ്ഥരായിരിക്കും. എന്നാൽ ആരിലും അവരുടെ കഴിവിൽ കവിഞ്ഞ ബാധ്യതകൾ ചുമത്താവതല്ല. കുട്ടി തൻ്റേതാണ് എന്ന കാരണത്താൽ ഒരു മാതാവ് പീഡിപ്പിക്കപ്പെട്ടുകൂടാ.
കുട്ടി അയാളുടേതാണ് എന്ന കാരണത്താൽ ഒരു പിതാവും പീഡിപ്പിക്കപ്പെട്ടുകൂടാ. മുലയൂട്ടുന്നവളോട് കുട്ടിയുടെ പിതാവിനുള്ള അതേ ബാധ്യതകൾ അയാളുടെ അനന്തരാവകാശികൾക്കും ഉണ്ടായിരിക്കും. ഇനി ഇരുകൂട്ടരും ഉഭയസമ്മതത്തോടെ പരസ്പരം കൂടിയാലോചിച്ച് മുലകുടി മാറ്റാൻ നിശ്ചയിച്ചാൽ അപ്രകാരം പ്രവർത്തിക്കുന്നതിൽ കുറ്റമൊന്നുമില്ല. ഇനി മറ്റൊരു സ്ത്രീയെക്കൊണ്ട് നിങ്ങളുടെ കുട്ടികളെ മുലയൂട്ടണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അതിനും വിരോധമൊന്നുമില്ല. അവർക്ക് നിശ്ചയിച്ച പ്രതിഫലം മാന്യമായ രീതിയിൽ കൊടുത്തേക്കണമെന്ന് മാത്രം. അള്ളാഹുവിനെ ഭയപ്പെടുവിൻ. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിലുണ്ടെന്ന് കാഴ്ചയിലുണ്ടെന്ന് അറിഞ്ഞിരിക്കുകയും ചെയ്യുവിൻ. നിങ്ങളിൽ നിന്ന് മരിച്ചു പോകുന്നവരുടെ ശേഷിച്ചിരിക്കുന്ന ഭാര്യമാർ 4 മാസവും 10 നാളും തങ്ങളും സ്വയം വിലക്കി നിർത്തേണ്ടതാകുന്നു. അവരുടെ ഇദ്ദ പൂർത്തിയായാൽ പിന്നീട് സ്വന്തം കാര്യത്തിൽ ന്യായമായ രീതിയിൽ ഇഷ്ടാനുസാരം പ്രവർത്തിക്കുവാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്കതിൻ്റെ യാതൊരു ഉത്തരവാദിത്വവുമില്ല. അള്ളാഹു നിങ്ങളെല്ലാവരുടെയും കർമ്മങ്ങളെ സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. വിധവകളായ സ്ത്രീകളോട് അവരുടെ ഇദ്ദാവേളയിൽ നിങ്ങൾ വിവാഹാഭിലാഷം സൂചിപ്പിക്കുകയോ അല്ലെങ്കിൽ മനസ്സിൽ മറച്ചുവെക്കുകയോ ചെയ്യുന്നതിൽ കുറ്റമൊന്നുമില്ല. നിങ്ങളുടെ മനസ്സിൽ അവരെക്കുറിച്ച് വിചാരമുണ്ടാവുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു അറിയുന്നുവല്ലോ. പക്ഷേ അവരോട് രഹസ്യമായി പ്രതിജ്ഞ ചെയ്യാതിരിക്കുക. വല്ലതും സംസാരിക്കുകയാണെങ്കിൽ മാന്യമായ രീതിയിൽ സംസാരിക്കുക. ഇദ്ദാവേള കഴിയുന്നതുവരെ വിവാഹ ഉടമ്പടി തീരുമാനിക്കാവുന്നതല്ല. അള്ളാഹു നിങ്ങളുടെ മനോഗതങ്ങൾ പോലും അറിയുന്നുവെന്ന് നന്നായി ഗ്രഹിച്ചുകൊള്ളുക, മനസ്സിലാക്കിക്കൊള്ളുക. അതിനാൽ അവനെ സൂക്ഷിക്കുക. അള്ളാഹു അത്യധികം ക്ഷമാശീലനും കനിവുള്ളവനും ആണെന്ന് അറിയുക. സ്ത്രീകളെ സ്പർശിക്കാൻ അവസരമുണ്ടാവുകയോ വിവാഹമൂല്യം നിശ്ചയിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ത്വലാഖ് കൊടുക്കാനിടയായാൽ അത് കുറ്റകരമല്ല. ആ അവസ്ഥയിൽ തീർച്ചയായും അവർക്ക് വല്ലതും നൽകേണ്ടതാകുന്നു. ധനികൻ തൻ്റെ കഴിവിനനുസരിച്ചും ദരിദ്രൻ അവൻ്റെ കഴിവിനനുസരിച്ചും ന്യായമായ രീതിയിൽ നൽകട്ടെ. അത് നല്ല മനുഷ്യരുടെ ബാധ്യതയാകുന്നു. ഇനി പരസ്പര സ്പർശത്തിനു മുമ്പ് ത്വലാഖ് കൊടുത്ത് വിവാഹമൂല്യം നിശ്ചയിച്ചിട്ടുമുണ്ട് എങ്കിൽ അപ്പോൾ നിശ്ചിത വിവാഹമൂല്യത്തിൻ്റെ പകുതി നൽകേണ്ടതാകുന്നു. സ്ത്രീ വിട്ടുവീഴ്ച ചെയ്യുകയോ വിവാഹമൂല്യം വസൂൽ ചെയ്യാതിരിക്കുക. വിവാഹ ഉടമ്പടി ആരുടെ അധികാരത്തിലാണോ അയാൾ വിട്ടുവീഴ്ച ചെയ്യുകയോ മുഴുവൻ വിവാഹമൂല്യം കൊടുക്കുക ആണെങ്കിൽ അത് നല്ല കാര്യമാകുന്നു. നിങ്ങൾ പുരുഷൻ വിട്ടുവീഴ്ചയോടെ പ്രവർത്തിക്കുക. അതാണ് ദൈവഭക്തിയോടെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. പരസ്പര വ്യവഹാരങ്ങളിൽ ഔദാര്യം വിസ്മരിക്കാതിരിക്കുക, മറക്കാതിരിക്കുക. നിങ്ങളുടെ പ്രവൃത്തികൾ അള്ളാഹു വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ. Please subscribe my channel. Thank you for watching.